നമസ്കാരം. വാർത്തകളുമായി ന്യൂസ് ആഫ്റ്റർനൂൺ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ കാണാം. കുവൈറ്റിൽ ഫ്ളാറ്റിന് തീപിടിച്ച 35 മരണം. തീപിടുത്തമുണ്ടായത് NBTC കമ്പനിയുടെ ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിൽ. അപകടം ഇന്ന് വെളുപ്പിനെ 4 മണിക്ക്. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് NBTC. രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിയില്ലെന്ന സൂചന. റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കാൻ സന്നദ്ധയെങ്കിൽ വയനാട് നിലനിർത്തും. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് രാഹുൽ മണ്ഡലത്തിൽ. മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ഭരണഘടന ഉയർത്തി വിമർശനം. CPM-നെ കടന്നാക്രമിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കണ്ണൂരിലെ ജനങ്ങളെ അഭിനന്ദിക്കുന്നു. ബോംബ് നിർമ്മാതാക്കളെ കണ്ണൂർക്കാർ തള്ളിക്കളഞ്ഞു. അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരാണിതെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. ലോക കേരള സഭയിൽ പങ്കെടുക്കില്ലെന്നും ഗവർണർ. LDF-ൽ കടുത്ത അവഗണനയെന്ന് RJD. രാജ്യസഭാ സീറ്റിൽ ചർച്ച പോലും നടത്തിയില്ല. പരിഗണന ചിലർക്ക് മാത്രം. ഇടതുമുന്നണിയിൽ വലിഞ്ഞു കയറി വന്നവരല്ല, ക്ഷണിച്ചു വന്നതാണ്. UDF-ൽ നിന്ന് ക്ഷണം ലഭിച്ചെന്നും RJD അധ്യക്ഷൻ MV ശ്രേയംസ് കുമാർ. ഇടത് സൈബർ ഗ്രൂപ്പുകൾക്കെതിരെ MV ജയരാജൻ. ഇടത് അനുകൂലമെന്ന് കരുതുന്ന സൈബർ ഗ്രൂപ്പുകളെ വിലയ്ക്ക് വാങ്ങി CPM വിരുദ്ധത പ്രചരിപ്പിക്കുന്നു. ചെങ്കോട്ട, ചെങ്കതിർ, പോരാളി ഷാജി എന്നിവയെ പേരെടുത്ത് പറഞ്ഞ വിമർശനം. അണികൾ പലപ്പോഴും ഇത് വിശ്വസിച്ചെന്നും MV ജയരാജൻ. പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ CPM വിരുദ്ധ പോസ്റ്റുകളാണ്. അപ്പൊ നമ്മൾ തന്നെ കരുതും ജയരാജന്റെ ഫേസ്. പക്ഷെ ഇപ്പൊ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ്. CPM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറിക്കെതിരെ ഭൂമി തട്ടിയെടുത്തതിന് കേസ്. ഏരിയ സെക്രട്ടറി KP രാമചന്ദ്രനടക്കം 6 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. നടപടി ഭീഷണിപ്പെടുത്തി ഭൂമിയുടെ ഉടമസ്ഥാവകാശം എഴുതി വാങ്ങിയെന്ന തൃക്കരിയൂർ സ്വദേശിയുടെ പരാതിയിൽ. വോട്ടെണ്ണും മുൻപ് എതിർ സ്ഥാനാർത്ഥി ഹൈബി ഈഡന് വിജയാശംസ നേർന്ന KJ ഷൈൻ. എറണാകുളം ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ ഗുരുതര പരാതിയുമായി മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ. ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകി. ഷൈനിന്റെ പെരുമാറ്റം ധിക്കാരപൂർവമെന്നും പരാതി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച LDF സ്ഥാനാർത്ഥികളായ ജോസ് കെ മാണിയും PP സുനീറും. പത്രിക സമർപ്പണത്തിന് മുഖ്യമന്ത്രിയും LDF മന്ത്രിമാരും. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കേരളത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണം. EK നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിച്ചു. സന്ദർശനത്തിൽ രാഷ്ട്രീയം കാണേണ്ടെന്ന് ശാരദ ടീച്ചർ. സുരേഷ് ഗോപി രാഷ്ട്രീയത്തിന് അതീതമായി സഹായം ചെയ്യുന്ന വ്യക്തിയെന്നും ശാരദ ടീച്ചർ. UP-ൽ മണൽ കയറ്റിയ ട്രക്ക് മറിഞ്ഞ് ഒരു കുടുംബത്തിലെ 8 പേർ മരിച്ചു. വീടിന് പുറത്ത് ഉറങ്ങിക്കിടന്നവരുടെ മുകളിലേക്ക് മണൽ നിറച്ച ട്രക്ക് മറിയുകയായിരുന്നു. മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. അപകടം ഉത്തർപ്രദേശിലെ ഹർദോയിയിൽ. ആന്ധ്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചന്ദ്രബാബു നായിഡു. ഉപമുഖ്യമന്ത്രിയായി പവൻ കല്യാൺ. TDP ജനസേന BJP മന്ത്രിസഭയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ നാരാ ലോകേഷും. ചടങ്ങിന് സാക്ഷിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും മറ്റ് BJP നേതാക്കളും. സാക്ഷിയായി രജനീകാന്ത്, ചിരഞ്ജീവി അടക്കമുള്ള സിനിമാ ലോകത്തെ പ്രമുഖരും.
18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തീയതിയായി. ലോക്സഭ ജൂൺ 24 മുതൽ ജൂലൈ 3 വരെ ചേരും. രാജ്യസഭ ജൂൺ 27 മുതൽ ജൂലൈ 3 വരെയും ചേരും. ജൂൺ 24 മുതൽ ആദ്യ 3 ദിവസം പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ മൂന്നാറിൽ കയ്യേറ്റം നടക്കില്ലെന്ന് ഹൈക്കോടതി. വാഗമണ്ണിലും കയ്യേറ്റമുണ്ടായി. 42 വ്യാജ പട്ടയങ്ങളിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനുള്ള കുറ്റങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയില്ലെന്ന് സർക്കാർ കോടതിയിൽ. യാക്കോബയ ഓർത്തഡോക്സ് പള്ളിത്തർക്കത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. തർക്കം പരിഹരിക്കാത്തത് സർക്കാരിന്റെ കഴിവുകേട്. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ നടപടിയെടുത്തില്ലെന്നും വിമർശനം. യാക്കോബയ വിഭാഗത്തെ സമാധാനിപ്പിച്ചു നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും കോടതി. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ. സംഭവത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ പരിശോധന നടന്നു. കൂടുതൽ പഠനം നടത്തും. 3 വകുപ്പുകൾ വിഷയം പരിശോധിക്കും. മത്സ്യകർഷകരുടെ നഷ്ടം പരിഹരിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ. നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടി ആശാ ശരത്തിന് ആശ്വാസം. ആശാ ശരത്തിനെതിരായ കേസിലെ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പ്രാണ ഇൻസൈറ്റിന്റെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു നടിക്കെതിരായ പരാതി. ടി കെ ചാത്തുണ്ണി അന്തരിച്ചു. വിട പറഞ്ഞത് പ്രമുഖ ഫുട്ബോൾ പരിശീലകനും കളിക്കാരനും. 80 വയസ്സായിരുന്നു. അന്ത്യം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനായും ഗോവയ്ക്കായും കളിച്ചിട്ടുണ്ട്. മോഹൻ ബഗാൻ, ടെമ്പോ ഗോവ, FC കൊച്ചിൻ, ചർച്ചിൻ ബ്രദേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ കത്വയിൽ സൈന്യവും തീവ്രവാദികളും ഏറ്റുമുട്ടി. CRPF ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. 6 പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ വരെ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ ഒരു ഭീകരനെ വധിച്ചു. T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ US-നെ നേരിടും. മത്സരം രാത്രി 8-ന് ന്യൂയോർക്കിൽ. ഗ്രൂപ്പ് എയിൽ നിന്ന് ആദ്യം സൂപ്പർ 8-ലെത്തുക ഇന്ന് ജയിക്കുന്ന ടീം.